ഹലോ. അപ്പം ഇന്ന് ഞങ്ങളുള്ളതേ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിലാണ് കേട്ടോ. അപ്പം ഇന്ന് അംഗനവാടി കുട്ടികളുടെ കലോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുമ്പിക്കുട്ടി പാട്ട് പാടാനും അതേപോലെ ഡാൻസിനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 10 മണിയൊക്കെ ആവാറാകുമ്പോഴേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേക്കപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുമ്പിക്കുട്ടിയുടെ അംഗനവാടിയിലെ ഫ്രണ്ടാണ് കേട്ടോ, സാധിക എന്നാണ് പേര്. അപ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ, ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോ ആണ്. പിന്നെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലേ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തുമ്പിക്കുട്ടീനെ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അങ്ങനെ ഡാൻസ് ഏകദേശം തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇങ്ങനെ അതിന് മുന്നുള്ള പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഡാൻസുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സിംഗിൾ ഡാൻസാണ്, അതിനുശേഷം ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടെ അങ്ങനെ വേറെയും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞു മക്കളുടെ ഡാൻസും അതേപോലെ പാട്ടും കഥയൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടുത്തെ പരിപാടികളൊക്കെ കണ്ടു. അതിൻ്റെ ഇടയിൽ തുമ്പിക്കുട്ടിക്ക് അവിടെ പാലും ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലും ബിസ്ക്കറ്റൊക്കെ ഒന്ന് കഴിക്കാൻ പോയി. പ്രോഗ്രാമിൻ്റെ തലേ ദിവസം തുമ്പിക്കുട്ടിക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. തലേ ദിവസമല്ല, രാവിലെയൊക്കെ പനി ഉണ്ടായിരുന്നു. പക്ഷേ തുമ്പിക്കുട്ടിക്ക് ഒരേ വാശി, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം. അപ്പോൾ അംഗനവാടിയിലൊക്കെ പോയിട്ട് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തതല്ലേ, അപ്പോൾ അത് കളിക്കണമെന്ന് നല്ല ആഗ്രഹം. അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് പനിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസമൊക്കെ പോയി അവൾക്കുള്ള ഡാൻസിനുള്ള ഡ്രസ്സും വളയും ഹെയർ ബാൻഡൊക്കെ വാങ്ങി ാണ് പിറ്റേ ദിവസം ഡാൻസ് പ്രോഗ്രാമിന് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് തുമ്പിക്കുട്ടി. പിന്നെ സമ്മാനമൊന്നും വാങ്ങാൻ നിന്നില്ല കേട്ടോ ഞങ്ങൾ, കാരണം തുമ്പിക്കുട്ടിക്ക് ഉച്ചയ്ക്കുള്ള മരുന്നൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ അംഗനവാടിയിലേക്ക് ആ ഒരു ഗിഫ്റ്റ് അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പനിയൊക്കെ മാറി 2 ദിവസം കഴിഞ്ഞിട്ടാണ് അംഗനവാടിയിലേക്ക് പോയത്. അപ്പോഴാണ് കേട്ടോ അവൾക്ക് ആ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം.